മറ്റു വാർത്തകളിലേക്ക് കിടക്കുന്നു. കോഴിക്കോട് ചെറുവണ്ണൂരിൽ തീപിടുത്തമുണ്ടായ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രം പ്രവർത്തിച്ചത് അനുമതിയില്ലാതെ. നഗരസഭാ ആരോഗ്യ വിഭാഗം സ്ഥാപനത്തിന് 5 മാസം മുമ്പ് അടച്ചുപൂട്ടൽ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും കാര്യമുണ്ടായില്ല. പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണത്തിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിറവ് എന്ന സംഘടനയ്ക്ക് സ്ഥാപനവുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ടെന്നും മേയർ ന്യൂസ് 18നോട് പറഞ്ഞു. വീടുകളിൽ നിന്ന് പണം ഈടാക്കി ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സൂക്ഷിച്ച ഗോഡൌണിനാണ് തീപിടിച്ചത്. തീപിടുത്തമുണ്ടായപ്പോൾ 8000 ടണ്ണിലധികം മാലിന്യം ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്രയധികം മാലിന്യം കൈകാര്യം ചെയ്യുന്ന സ്ഥാപനത്തിന് യാതൊരു അനുമതിയും ഇല്ലായിരുന്നു. ഇക്കാര്യം നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നെന്നും കഴിഞ്ഞ ആഗസ്റ്റിൽ സ്ഥാപനമുടമയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നതും മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്. ഇയാളത് സ്റ്റോർ ചെയ്യുന്ന രീതി ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് കോർപ്പറേഷൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് 2020 ഓഗസ്റ്റിൽ. എന്നിട്ട് അതിനെക്കുറിച്ച് കോർപ്പറേഷൻ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഔദ്യോഗിക തലത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം. ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ പോലും സ്ഥാപനത്തിലുണ്ടായിരുന്നില്ല. ഫയർഫോഴ്സിന്റെ സമയോചിത ഇടപെടൽ കൊണ്ട് മാത്രമാണ് അപകടത്തിന്റെ ആഘാതം കുറഞ്ഞത്. സമീപത്ത് സ്വകാര്യ ഗ്യാസ് ഏജൻസിയുടെ ഗോഡൌണും വാഹന ഷോറൂമും ഉണ്ട്. മാത്രമല്ല ജനവാസ കേന്ദ്രവുമാണ്. മാലിന്യ സംസ്കരണത്തിൽ കോഴിക്കോട് കോർപ്പറേഷനുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന നിറവ് എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് ഇവിടെ മാലിന്യം സംഭരിച്ചതെന്നും സൂചനയുണ്ട്. നിറവ് കുറേ കാര്യങ്ങൾ ഗുണകരമായി നമുക്ക് ചെയ്ത ഒരു സംഘടനയാണ്. അപ്പൊ അവർ തന്നെയാണോ ഇതെങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇനി അന്വേഷിക്കേണ്ടതുണ്ട്. സ്ഥാപന ഉടമയ്ക്കെതിരെ കർശന നടപടിയുണ്ടാവുമെന്ന് മേയർ പറഞ്ഞു. ഇതര സംസ്ഥാന തൊഴിലാളികളെ യൂണിറ്റിനുള്ളിൽ താമസിപ്പിച്ചതിനെ കുറിച്ചും അന്വേഷിക്കും. അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18, കോഴിക്കോട്. ഇനി നമുക്കൊരു മിടുക്കനെ പരിചയപ്പെടാം. അതെ, ഇപ്പോൾ ഇത്ര നേരം കായിക വാർത്തയാണ് ഉണ്ടത്. ഇതും ഒരു കായിക വാർത്ത എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. സൈക്കിളിൽ പാലക്കാട് നിന്ന് 18 മണിക്കൂറിൽ തിരുവനന്തപുരത്തെത്തിയ 14-കാരനാണ് ലോക റെക്കോർഡ്. പാലക്കാട് ചിറ്റൂർ സ്വദേശിയായ അജിത് കൃഷ്ണയാണ് റെക്കോർഡ് സ്വന്തമാക്കിയത്. അജിത്തിനെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ അഭിനന്ദിച്ചു. ശ്രീരാമകൃഷ്ണ മെട്രിക് ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ 14-കാരൻ. പ്രണേഷ് രാജേന്ദ്രന്റെയും അർച്ചന ഗീതയുടെയും ഇളയ മകൻ. ഇതിലെൻ്റെ മെയിൻ മോട്ടീവ് എന്ത് വെച്ചാൽ ഇപ്പോഴത്തെ ഹെൽത്ത് കോൺഷ്യസ് സൈക്ലിംഗ് ബെസ്റ്റാണ്. ഡെയിലി ഒരു 10 to 20 കിലോമീറ്റർ സൈക്ലിംഗ് ചെയ്താൽ എല്ലാവർക്കും ഹെൽത്തും ബെസ്റ്റാണ്. വേറെ ഡിസീസിനൊക്കെ ഇത്തിരി കൂടി നമുക്ക് ഫേസ് ചെയ്യാം. സ്റ്റാമിന ഇൻക്രീസ് ചെയ്യും. അങ്ങനെ കുറേ ഇതുണ്ട് സൈക്ലിങ്ങിൽ. സോ ഹെൽത്തിലും ബെസ്റ്റാണ്. എല്ലാവരും ഒരു 10 to 20 കിലോമീറ്റർ സൈക്ലിംഗ് ചെയ്യാനാണ് എൻ്റെ മെയിൻ മോട്ടീവ്. പിന്നെ ഇത് വന്നിട്ട് സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്തു. സോ വേൾഡ് റെക്കോർഡും ഏഷ്യൻ റെക്കോർഡും ഇന്ത്യൻ റെക്കോർഡും ബ്രേക്ക് ചെയ്തു. എന്ത് ടൈറ്റിൽ പറഞ്ഞാൽ യങ്ങസ്റ്റ് ബോയ് ടു ട്രാവൽ മാക്സിമം ഡിസ്റ്റൻസ് ബൈ സൈക്കിൾ ഇൻ 24 hours പറഞ്ഞാണ് ബ്രേക്ക് ചെയ്തത്. കഴിഞ്ഞ വർഷം പാലക്കാട് നിന്നും കാശ്മീരിലേക്ക് നടത്തിയ യാത്രയും ലോക റെക്കോർഡ് നേടിയിരുന്നു. മലിനീകരണത്തിനെതിരായ സന്ദേശമുയർത്തി 25 ദിവസം കൊണ്ട് 4205.32 കിലോമീറ്ററാണ് അജിത് കൃഷ്ണ താണ്ടിയത്. അവൻ എന്നോട് എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. അവന് നല്ല രീതിയിൽ ഒരു സൈക്കിൾ എക്സ്പെഡിഷൻ കാഴ്ചവെക്കണമെന്നും അത് നാടിനൊരു അഭിമാനമായി മാറണമെന്നും, പക്ഷെ അതിനേക്കാളും ഉപരി അതിലൂടെ നല്ലൊരു മെസ്സേജ്, നല്ലൊരു സന്ദേശം കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു അവൻ്റെ. അപ്പോൾ എന്നോടെപ്പോഴും ഇതെല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ഡിസ്കറേജ് ചെയ്യാറില്ല. ഞാൻ അവന് വേണ്ട ആവശ്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അതിനെ എൻകറേജ് ചെയ്തിട്ട് ശരി നീ അത് റീച്ച് ചെയ്യാനായിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്തോ. ആസ് എ പാരൻറ്റ് ഞാൻ എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അവൻ ചെറുപ്പത്തിലിരുന്നേ പറഞ്ഞുകൊണ്ടിരിക്കും എന്തെങ്കിലും ചെയ്യാൻ. പെട്ടെന്ന് ഒരു ദിവസം വന്നു ഇങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ സൈക്കിളിൽ വരെ പോകണം. അത് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമില്ലടാ. കാശ്മീർ വരെയൊക്കെ പറയണത് എന്നുള്ളത് അറിയില്ല. എന്നാൽ ചെറിയ പ്രായം തൊട്ടൊന്നും സൈക്കിൾ ഓട്ടിക്കുന്നില്ല. അവൻ തിങ്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു 6th ഒക്കെ ആയിരുന്നു. തിരുവനന്തപുരത്ത് കേസരി സ്മാരക ട്രസ്റ്റിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ അജിത്തിനെ അഭിനന്ദിച്ചു. എന്നേക്കാൾ വലിയൊരു അഭിമാനം എനിക്ക് അജിത് കൃഷ്ണനെ പറ്റി ആലോചിക്കുമ്പോൾ തോന്നുകയാണ്. ലോകരാജ്യം ഇന്ന് ആര്യ രാജേന്ദ്രനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ട്. 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. തീർച്ചയായും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ, ഇവരുടെ ജീവിതാനുഭവങ്ങൾ 24 മണിക്കൂർ കൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷെ 18 മണിക്കൂറിലെത്തി. അപ്പോൾ ആ ചെറിയ മനസ്സിലുള്ള ഒരു ലക്ഷ്യബോധം, ആ ലക്ഷ്യബോധത്തിനെയാണ് ഒരുപക്ഷെ നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത സമയത്തൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ, ഇങ്ങനെയുള്ള യുവജനങ്ങൾ, ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് നാടിന് കരുത്താവാൻ പോകുന്നത് എന്നുള്ള വലിയൊരു സന്ദേശം കൂടി കുഞ്ഞ് ഒരുപക്ഷെ അനുജൻ പറയുകയാണ്. വലിയ സന്തോഷം. വൈകാതെ സൈക്കിളിൽ ലോകം ചുറ്റണമെന്നാണ് അജിത്തിന്റെ ആഗ്രഹം.
18 തിരുവനന്തപുരം. ഞാനൊക്കെ സൈക്കിൾ കൊണ്ടിറങ്ങിയ ജില്ലാതിർത്തി കിടക്കുന്നതിന് ആശുപത്രി റെക്കോർഡിലാകുന്നില്ല, വേൾഡ് റെക്കോർഡ് നമ്മളെ കൊണ്ട് നടക്കുന്ന ഭാഗമില്ല. ഏതായാലും കഴിഞ്ഞ ദിവസം നമ്മൾ അനുവിന് റിപ്പോർട്ട് ചെയ്തൊരു സ്റ്റോറി ഉണ്ടായിരുന്നു അല്ലേ? മലപ്പുറത്ത് നിന്ന് 4 കുട്ടികൾ ലോക്ക്ഡൌൺ സമയത്ത് വന്ന കുട്ടികളൊക്കെ പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ, ഏതായാലും നല്ലതരം പരീക്ഷണങ്ങൾ നടത്തട്ടെ, വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. നമുക്കിരുന്ന് കാണാം. മറ്റു വാർത്തകളിലേക്ക് കൂടി. വിഴിഞ്ഞം ആഴിമല ശിവക്ഷേത്രത്തിലെ 58 അടി ഉയരമുള്ള ശിവപ്രതിമയുടെ നിർമ്മാണം പൂർത്തിയായി. കേരളത്തിലെ ഏറ്റവും വലിയ ശിവപ്രതിമ നാളെ ഭക്തമുള്ള ധ്യാന മണ്ഡപത്തിന്റെ പണി പുരോഗമിക്കുകയാണ്. 6 മാസത്തിനുള്ളിൽ പൂർത്തിയാകും. ഇവിടെ ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നുണ്ട്. അപ്പം അവർക്ക് സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാനൊരു മെഡിറ്റേഷൻ, ഒരു ധ്യാന മണ്ഡപം വേണമെന്ന് വിചാരിച്ചു. ആ ധ്യാന മണ്ഡപത്തിൻ്റെ മുകളിൽ ഭഗവാന്റെ ഒരു രൂപം, അപ്പോൾ അത് ഈ പ്രകൃതിയായിട്ട് ഇണങ്ങുന്ന രീതിയിൽ ഗംഗാധരേശനെയാണ് ഭഗവാനായിട്ട് മനസ്സിൽ കാണിച്ചൊരു രൂപമാണ്. അങ്ങനെയാണ്, കാരണം സമൃദ്ധിയുടെ ഒരു ഭാഗം, ജലമൊഴുകുന്ന ശിവൻ്റെ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലെ സർവ്വതിനും ജലം ആവശ്യമാണ്. പിന്നെ ഈ പ്രദേശം സമുദ്രത്തിൻ്റെ അടുത്താണ്, അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് വന്നിട്ടുണ്ടാകുന്ന ഒരു ഭാവമാണ്. അതങ്ങനെ ഗംഗാധരേശനെ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട്. കടൽ തീരത്തിൻ്റെ ഒരു പശ്ചാത്തലവും ഒക്കെ ആയിട്ട് ഒരു വേറൊരു കാഴ്ചയായിരിക്കും അവിടെ വലിയ സാധനം. ഏതായാലും ഇനി നമുക്ക് രാജ്യാന്തര വാർത്തകളിലേക്ക് കിടക്കാം. ഗ്രീഷ്മയാണ് ചേരുന്നത്. ഗ്രീഷ്മ, എന്തൊക്കെയാണ് കാര്യങ്ങൾ? കൊറോണ ഒക്കെ എങ്ങനെ പോകണം? കൊറോണ വൈറസ് അമേരിക്കയിലും റിപ്പോർട്ട് ചെയ്തു. കൊളറാഡോയിൽ നിന്നുള്ള യുവാവിനാണ് രോഗം കണ്ടെത്തിയത്. രോഗബാധ കണ്ടെത്തിയ യുവാവിന് വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രാ പശ്ചാത്തലമില്ലാത്ത സാഹചര്യത്തിൽ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചു. ഇതോടെ ജനിതക മാറ്റം വന്ന കൊറോണ വൈറസ് 20-ലധികം രാജ്യങ്ങളിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ലോകത്ത് കോവിഡ് ബാധിതർ 8,22,00,000 കടന്നു. മരണം 17,90,000 പിന്നിട്ടു. 24 മണിക്കൂറിനിടെ 6 ലക്ഷത്തിനടുത്ത് പേർക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചു. പ്രതിദിന മരണനിരക്കും ഉയരുകയാണ്. 14,000-നടുത്ത ആളുകളാണ് ഇന്നലെ മരിച്ചത്. കോവിഡ് വാക്സിൻ വിതരണത്തിൽ ട്രംപ് ഭരണകൂടത്തിനെതിരെ വിമർശനവുമായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. വാക്സിൻ വിതരണം പ്രതീക്ഷിച്ച അത്ര വേഗത്തിലാക്കുന്നതിൽ ട്രംപ് ഭരണകൂടം പരാജയപ്പെട്ടുവെന്ന് ജോ ബൈഡൻ ആരോപിച്ചു. ഡിസംബർ അവസാനത്തോടെ 2 കോടി ജനങ്ങൾക്ക് വാക്സിൻ വിതരണം ചെയ്യാനായിരുന്നു ലക്ഷ്യമിട്ടതെങ്കിലും ഇതുവരെ 20 ലക്ഷം പേർക്ക് മാത്രമാണ് വാക്സിൻ നൽകിയത്. എന്നാൽ വാക്സിൻ വിതരണം വേഗത്തിലാക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരുകൾക്കാണെന്ന് ട്രംപ് പ്രതികരിച്ചു. യൂറോപ്യൻ രാജ്യമായ ക്രൊയേഷ്യയിലുണ്ടായ ഭൂചലനത്തിൽ 12 വയസ്സുകാരി ഉൾപ്പെടെ 7 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. റിക്ടർ സ്കെയിലിൽ 6.4 രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് സൂചന. നിരവധി കെട്ടിടങ്ങളും തകർന്നു. വീട് നഷ്ടപ്പെട്ടവരെ മിലിറ്ററി ക്യാമ്പിലേക്ക് മാറ്റി. ചൈനീസ് പതാകയെ അവഹേളിച്ചെന്ന കുറ്റം ചുമത്തി ഹോങ്കോങ്ങിലെ സോഷ്യലിസ്റ്റ് വിദ്യാർത്ഥി നേതാവ് ടോണി ചാങ്ങിനെ ജയിലിലടച്ചു. 2019 മെയ് മാസത്തിലുണ്ടായ പ്രതിഷേധ പ്രകടനവുമായി ബന്ധപ്പെട്ടാണ് നടപടി. പ്രതിഷേധത്തിനിടെ ചൈനീസ് പതാക വലിച്ചെറിയുകയും കീറുകയും ചെയ്തതായാണ് കണ്ടെത്തൽ. 3 വർഷം തടവ് ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി വീണ്ടും ലല്ലുവിലേക്കും ഗോപിയിലേക്കും. പാലക്കാട് തേങ്കുറിശ്ശിയിലെ ദുരഭിമാനക്കൊലയിൽ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് SP അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയത്. കേസ് നടത്തിപ്പിനായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ സേവനം ലഭ്യമാക്കണമെന്നും അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നു. തേങ്കുറിശ്ശിയിൽ പ്രണയിച്ച് വിവാഹം കഴിച്ച അനീഷിനെ ഭാര്യാപിതാവും അമ്മാവനും ചേർന്ന് കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന് SP നൽകിയ നിർദ്ദേശം. കേസിൽ മുഖ്യപ്രതികളായ അനീഷിന്റെ ഭാര്യാപിതാവ് പ്രഭുകുമാർ, അമ്മാവൻ സുരേഷ് എന്നിവരെ അറസ്റ്റ് ചെയ്തെങ്കിലും ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം വേണമെന്നും നിർദ്ദേശമുണ്ട്. കേസിന്റെ വിചാരണയ്ക്കായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ സേവനം ലഭ്യമാക്കാനും നടപടി സ്വീകരിക്കും. അന്വേഷണം ഏറ്റെടുത്ത ജില്ലാ ക്രൈംബ്രാഞ്ച് ഇന്ന് കേസ് ഡയറി പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും. പാലക്കാട് SP സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ ഇതുവരെയുള്ള നടപടികൾ വിലയിരുത്തും. 2 ആഴ്ചയ്ക്കകം കേസിലെ മുഴുവൻ സാക്ഷികളുടെയും മൊഴി രേഖപ്പെടുത്താനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ പ്രതികളെ വിശദമായ ചോദ്യം ചെയ്യലിന് കസ്റ്റഡി ആവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഇതുവരെയുള്ള നടപടികളിൽ തൃപ്തരാണെന്ന് അനീഷിന്റെ കുടുംബവും പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് മങ്കരയിൽ മിശ്ര വിവാഹിതനായ യുവാവിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പോലീസ് വധശ്രമത്തിന് കേസെടുത്തില്ല എന്ന ആരോപണം.
മങ്കര സ്വദേശി അക്ഷയാണ് ഭാര്യ വീട്ടുകാർക്കിടെ ആക്രമണത്തിനിരയായത്. എന്നാൽ സംഭവം വെറും അടിപിടി കേസാക്കി ഒതുക്കി തീർക്കാനാണ് പോലീസ് ശ്രമമെന്നാണ് ആരോപണം. ഒക്ടോബർ 2-ന് മിശ്രവിവാഹിതനായ മങ്കര സ്വദേശി അക്ഷയ്ക്കു നേരെ കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് അക്രമമുണ്ടായത്. ബൈക്കിൽ വീട്ടിലേക്ക് പോകുകയായിരുന്ന അക്ഷയിനെ ഭാര്യ സുറുമിയുടെ അമ്മാവന്മാരായ അബൂ താഹിർ, ഹക്കീം എന്നിവരാണ് ആക്രമിച്ചത്. മുഖത്തും കാലിനും പരിക്കേറ്റ അക്ഷയ് പെട്ടെന്ന് ഒഴിഞ്ഞുമാറിയതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായാണ് അക്രമമുണ്ടായതെന്ന് അക്ഷയ് പറഞ്ഞു. ഒരു 6ഓളം പേരുണ്ടായിരുന്നു. 2 സ്ഥലത്തു നിന്നായിട്ട് വന്നു. ഒരു മറവിൽ നിന്നിട്ടാണ് പെട്ടെന്ന് വന്നത്. മുഖത്തോട്ട് എന്തോ കൊണ്ട് അടിച്ചത് ഞാൻ ബൈക്കിൽ നിന്ന് വീണു. ഇവനുണ്ടായിരുന്നു. ബാക്കിൽ നിന്ന് ഇവനെ പിടിച്ച് ആരോ മാറ്റിയതും എന്നെ കുത്തിയത് ഞാൻ ആ സാധനം എന്താ കയ്യിൽ കണ്ടതും ബൈക്കിൽ നിന്ന് ചാടിയതും കാലിൽ കുത്തിയേറ്റു. വിവാഹത്തിന് ശേഷം ഇവർക്ക് നേരെ നിരന്തരം ഭീഷണികൾ ഉണ്ടായിരുന്നു. 3ാമത്തെ അക്രമ സംഭവമാണിതെന്ന് അക്ഷയ് പറഞ്ഞു. അക്ഷയുമായുള്ള വിവാഹത്തിന് വീട്ടുകാർക്ക് കടുത്ത എതിർപ്പായിരുന്നുവെന്ന് സുറുമി വ്യക്തമാക്കി. അമ്മാവന്മാർ ഭീഷണിപ്പെടുത്തിയിരുന്നെന്നും സുറുമി ആരോപിച്ചു. ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കുന്നതിന് മുന്നും ഇവരിങ്ങനെ കൊല്ലാൻ തന്നെയായിരുന്നു പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നത്. എന്നെ വിദേശത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് ഇങ്ങനെ കൊല്ലണം, ഇവൻ എന്തെങ്കിലും ചെയ്യണം, അത് തന്നെയായിരുന്നു പ്ലാന്. സംഭവത്തിൽ സുറുമിയുടെ അമ്മാവന്മാരായ അബൂ താഹിർ, ഹക്കീം എന്നിവരെ അറസ്റ്റ് ചെയ്തെങ്കിലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ഇവർക്കെതിരെ അടിപിടി കേസിനുള്ള വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിട്ടുള്ളത്. പ്രതികൾക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കണം എന്നാണ് പരാതിക്കാരുടെ ആവശ്യം. എന്നാൽ തേങ്കുറിശ്ശിയിലെ ദുരഭിമാന കൊലയ്ക്ക് പിന്നാലെ ജില്ലയിൽ നടന്ന സംഭവമായിട്ടും പോലീസ് ജാഗ്രത പാലിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. ന്യൂസ് 18 പാലക്കാട്. നമ്മുടെ ഇന്നത്തെ സമയം പൂർണ്ണമാവുന്നു. ഈ നേരത്തെ പറഞ്ഞതുപോലെ 10 മണിക്ക് ഗ്രാമപഞ്ചായത്തുകളിലെയും ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും ജില്ലാ പഞ്ചായത്തുകളിലെയും എല്ലാം അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുന്നു. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഉപാധ്യക്ഷന്മാർ തിരഞ്ഞെടുപ്പ് ഉണ്ടാകും. നമുക്ക് ഇതുവരെ ലഭിച്ച വിവരങ്ങളനുസരിച്ചാണെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകളിലുണ്ടായ ഒരു അനിശ്ചിതത്വം ഉണ്ടാകാൻ പലയിടത്തും വഴിയില്ല. വയനാട് മാത്രമാണ് തുല്യ നിലയിൽ നിൽക്കുന്ന ജില്ലാ പഞ്ചായത്തുള്ള നിലയിലൂടെ ടോസിലേക്ക് കാര്യങ്ങൾ പോകും. വയനാട് ഭാഗ്യം ആർക്കൊപ്പമാണെന്ന് ഒരു 11 മണിയോടുകൂടി അറിയാം. ഏതായാലും ഇന്നത്തെ ഗുഡ് മോർണിംഗ് ഷോ അവസാനിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.newseighteen.com സന്ദർശിക്കുക. നമസ്കാരം.